അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വെറ്റിലപ്പാറ മുണ്ടമാണിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷം എന്ന് നാട്ടുകാർ പറഞ്ഞു. തുമ്പൂർമൊഴി ഭാഗത്തുനിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ തുമ്പൂർമൊഴി ഗാർഡൻ്റെ ഗേറ്റ് കടന്നുള്ള അടുത്ത വളവിലാണ് സംഭവിച്ചത്. അവിടെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പ്രദേശമാണ്. പക്ഷേ അത് അന്ന് നിർഭാഗ്യവശാൽ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഒരു 7 മണിയായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെടുന്നതിന് ഈ ആന മുന്നിൽ പെടുമായിരുന്നു. അന്ന് ഞങ്ങളുടെ 2 പേരുടെയും കാല് ഒടിഞ്ഞിരുന്നു. ഭാര്യയുടെ കാല് ഒടിഞ്ഞ് പുറത്തേക്ക് വന്നു, എല്ല് പുറത്തേക്ക് വന്നു. സൂരജ് സജ്ജിയുടെ വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആനക്കൂട്ടം ഇപ്പോഴും അവിടെ തന്നെയാണോ? ഇത് ഉന്മേഷ്, മറ്റൊരു ആനക്കൂട്ടമാണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെറ്റിലപ്പാറ 14 നേരത്തെ എല്ലാം നമ്മൾ നിന്നിരുന്നത് വെറ്റിലപ്പാറ 15 വെറ്റിലപ്പാറ 14 ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന കാട്ടാനക്കൂട്ടത്തെയാണ് കാണുന്നത്. ഇത് പ്രധാന പാതയാണ്. ആ പാതയോട് ചേർന്ന് തന്നെയാണ് 3 കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിന് സമീപത്തായി ഒരു 5 അംഗ കാട്ടാനക്കൂട്ടം കൂടി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്പം കഴിഞ്ഞാൽ ഒരു 11-12 മണിയോടുകൂടി തന്നെ ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. പിന്നീട് ഈ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വാഴയടക്കം നശിപ്പിക്കുന്നതാണ് ഇവരുടെ ഒരു പതിവ് രീതി എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒരാന അതിരപ്പള്ളിക്കാർക്ക് സുപരിചിതനായിട്ടുള്ള മുറിവാലനാണ്. ഇവിടെ പ്രദേശവാസികളടക്കമുണ്ട്. നമുക്ക് അവരുടെ കൂടി പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഇത് സ്ഥിരം വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. ഒരു 11 മണി കഴിഞ്ഞാൽ അപ്പം തന്നെ വീടുകളിലേക്ക് ഉള്ളിലേക്ക് കയറാം. നമ്മൾക്ക് ഇവിടെ ഗസ്റ്റുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. നമ്മളെല്ലാവരും പ്രൊട്ടക്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റുക. നിത്യസംഭവമായിട്ടിരിക്കുക. പടക്കം പൊട്ടിച്ചിട്ടോ പേടിപ്പിച്ചിട്ടൊന്നും ആന പോകുന്നില്ല. അല്പസമയം മുമ്പ് ഇവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചു. പക്ഷേ ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു അല്ലേടാ? തിരിച്ചും വനപാലകരുടെ അടുത്തേക്ക് ആന ഇങ്ങോട്ട് വരികയാണ് ഭയങ്കര ശൗര്യത്തോടു കൂടി. ആദ്യമൊക്കെ ഒരു പടക്കം പൊട്ടിച്ച് ആന പോകാറുണ്ട്. ഇപ്പൊ ആനയ്ക്ക് ധൈര്യം കൂടി വരികയാണ്. എന്ത് ചെയ്യും കുറച്ചാൾ കൂടി കഴിഞ്ഞാൽ? വല്ലാത്ത ഭയപ്പാടിലാണോ? അതെ 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 വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ട് പൊടിച്ചിട്ട് ആനയ്ക്ക് പേടിയില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഗുണ്ട് പൊടിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മളെ ഫ്രണ്ടിലേക്ക് തന്നെ വരണം. അത് തന്നെയാണ് ഉന്മേഷ്. നമ്മൾ ഇന്നലെ പകലെല്ലാം തന്നെ ഇന്ന് പകലും ഇന്നലെ പകലും എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിരപ്പള്ളിക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയിലൂടെയാണ് അവരെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെറ്റിലപ്പാറ 14, 15 തുടങ്ങിയ മേഖലകളിൽ ഒരാഴ്ചയിലേറെയായി കാട്ടാനക്കൂട്ടം ഈ ചാലക്കുടി പുഴ കടന്ന് പിന്നീട് ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഈ എണ്ണപ്പനത്തോട്ടം എല്ലാം കടന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. പകൽ സമയം പോലും ഈ വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർ ഈ പടക്കമൊക്കെ പൊട്ടിച്ചാണ് ഈ കാട്ടാനയെ വീടുകളിൽ നിന്ന് തുരത്തുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ പോലും അവർ ഈ പടക്കവും എല്ലാം കയ്യിൽ കരുതിയാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇവർക്ക് മുന്നിലുള്ളത്. ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലിലടക്കം വലിയ പരാതി ഇവർ ഉയർത്തുന്നുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് ആനയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ കഴിയുന്ന ഒരു RRT സംഘത്തിന്റെ ശേഷിയൊന്നും നിലവിൽ ഈ അതിരപ്പള്ളിയിലെ വനംവകുപ്പിനില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും പടക്കം പൊട്ടിച്ച് അല്ലെങ്കിൽ ആനയെ തുരത്താൻ ഒരു ചെറിയ ശ്രമം നടത്തി അവർ മടങ്ങുന്നതല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നില്ല. ഈ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഇത് കേൾക്കുന്നതല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഉന്മേഷ്. സൂരജ്, നേരത്തെ അവിടെ ഈ വനം വകുപ്പ് സംഘം എത്തിയതായി പറഞ്ഞല്ലോ. അവർ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ടോ അതോ ആ പരിസരത്തുണ്ടോ? ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ആന ഉടൻ എത്തുമെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. തൊട്ടടുത്താണല്ലോ ഈ കൃഷിയൊക്കെ ഉള്ളത്. ഉന്മേഷ്, അതായത് നമ്മൾ ആദ്യം നിന്ന സ്ഥലം എന്ന് പറയുന്നത് വെറ്റിലപ്പാറ 15 ആ 15 അവിടെ ഇറങ്ങിയത് ഒരു ഒറ്റയാനാണ്. ആദ്യ ദൃശ്യം നമ്മൾ പുറത്തുവിട്ട ഭാഗത്ത് അതൊരു ഒറ്റയാനായിരുന്നു. ആ ഒറ്റയാനെ തുരത്താൻ വനംവകുപ്പിന് കഴിഞ്ഞു. അതിനെ ഈ ജനവാസ മേഖലയിൽ നിന്ന് താൽക്കാലികമായി മാറ്റിവിടുകയും ചെയ്തു. രണ്ടാമത് നമ്മൾ പുറത്തുവിട്ട ദൃശ്യമെന്ന് പറയുന്നത് വെറ്റിലപ്പാറ 15 തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്തായിരുന്നു ആ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നത്. അതിനെയും നമ്മൾ വാർത്ത കൊടുത്തതിന് തൊട്ടു പിന്നാലെ RRT സംഘം അവിടെ എത്തുന്നു, പടക്കം പൊട്ടിച്ച് കയറ്റി വിടുന്നു. ആ സമയത്ത് പടക്കം പൊട്ടിക്കുമ്പോൾ തന്നെ ആന ഇവർക്കടുത്തേക്ക് പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിപ്പോൾ നിൽക്കുന്നത് വെറ്റിലപ്പാറ 14 ഇപ്പോൾ 3 കാട്ടാനക്കൂട്ടം ഈ റോഡിനോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും ഇത് തൊട്ടപ്പുറത്തെ വീടുകളാണ്, നിരവധി ആളുകൾ താമസിക്കുന്ന വീടുകളാണുള്ളത്. നമുക്ക് ആ വീടിന് മുന്നിൽ നിന്ന് ഈ വാർത്ത ചെയ്യാം. പക്ഷേ അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ വീടിന് മുറ്റത്തേക്ക് പോലും പോകാതെ. അപ്പോൾ അവിടെ വിശ്വസിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ, ആ വീടിനുള്ളിൽ കിടന്നുറങ്ങുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. കാരണം അവരുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഒരു സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളത് വേണം ഇതിൽ നിന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ. എപ്പോൾ
വേണമെങ്കിലും ഈ ആന ഈ റോഡ് മുറിച്ചു കടന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാം. അങ്ങനെയുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തുടർച്ചയായി വീട്ടുമുറ്റത്തേക്കടക്കം ആനകൾ എത്തുന്നു, കൃഷി നശിപ്പിക്കുന്നു, വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വീട്ടുമുറ്റത്ത് ആന എത്തുമ്പോൾ ഒരു വീട്ടിലെ ആളുകൾ പടക്കം പൊട്ടിച്ച് ആനയെ ഓടിച്ചാൽ അടുത്ത വീട്ടുമുറ്റത്തേക്ക് ഈ ആന വീണ്ടും എത്തുന്നു. അങ്ങനെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം, അതാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിക്കിടയാക്കുന്നത്. ഉന്മേഷ്, ഒരു കാര്യം കൂടി, അല്പസമയം മുമ്പാണ് നമ്മൾ ഇവിടെ നിന്ന്, അതായത് ഈ വെറ്റിലപ്പാറ 15 നിന്ന് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് 1 കിലോമീറ്റർ അകലെ വെച്ചാണ് ഒരു പുലിയെ കണ്ടത്. അത് ഒരു ചെറിയ പുലിക്കുട്ടിയായിരുന്നു. ചെറിയ പുലിക്കുട്ടി അത് വഴിമുറിച്ച് കടന്നു പോവുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ സാധിച്ചില്ല. പക്ഷേ ഈ വീട്ടിൽ ആന എത്തുമ്പോൾ ഈ ആന എത്തുന്ന അറിയാൻ വേണ്ടി ഇവർ ഈ നായകളെ അടക്കം വീടുകളിൽ വളർത്തുന്നുണ്ട്. പക്ഷേ ഈ നായകളെ ഈ പുലി കടിച്ചു കൊണ്ടുപോകുന്നതും ഇപ്പോൾ പതിവ് സംഭവമായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിള്ളപ്പാറയിലടക്കം ഈ പുലിയുടെ ആക്രമണം അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിച്ചു. ഈ വളർത്തു നായ്ക്കളെ അടക്കം പുലി കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആനയെ തുരത്താൻ നായയെ വളർത്തിയാൽ നായയെ പുലി കടിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ തുടങ്ങി എല്ലാ അവസ്ഥയിലും ജീവിതം ദുസ്സഹമാകുന്നു. ഇതിന് ഒരു വശം കൂടി ഉണ്ട് ഉന്മേഷ്. അതായത് നമ്മൾ വിചാരിക്കും ഈ വന്യജീവികളുടെ ശല്യം മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് ഇത് ഇവിടെ താമസിക്കുന്ന ആളുകളെ സാമ്പത്തികമായും സാമൂഹികമായും ബാധിക്കുന്നുണ്ട്. അത് ഒരാൾക്ക് വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന അല്ലെങ്കിൽ ഒരു പുരുഷൻ വിവാഹം കഴിക്കണമെങ്കിൽ ആ വിവാഹാലോചനയുമായി പോകുന്ന സമയത്ത് അതിരപ്പള്ളിക്കാർക്കാണെങ്കിൽ പെണ്ണ് തരില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇവിടത്തുകാർ പറയുന്നത്. ഇനി ഇവരുടെ സ്വത്തിനാകട്ടെ ഭൂമിക്കാകട്ടെ ഭൂമി വാങ്ങാൻ പോലും ആരും എത്താത്ത സാഹചര്യം. ഈ ഭൂമി വിറ്റൊഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാമെന്ന് കരുതിയാൽ അതിന് പോലും ആരെയും കിട്ടാത്ത അവസ്ഥ. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് സാമൂഹികമായും സാമ്പത്തികമായും എല്ലാം തകരുന്ന അവസ്ഥയിലേക്ക് ഈ വന്യജീവി ആക്രമണം വഴിമാറുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ശാശ്വത പരിഹാരങ്ങളുണ്ട്. ഈ അതിരപ്പള്ളിയുടെ മലനിരകൾ കടന്ന് അല്ലെങ്കിൽ ചാലക്കുടി പുഴയ്ക്കപ്പുറത്ത് വനമേഖല കടന്ന് പിന്നീട് പുഴ കടന്നാണ് ഈ കാട്ടാനക്കൂട്ടം ഇങ്ങോട്ടെത്തുന്നത്. ഈ ആനകളെ കൃത്യമായും അതിൻ്റെ സഞ്ചാരപാതകൾ ട്രേസ് ചെയ്തുകൊണ്ട് ആനകൾ ഈ മേഖലയിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് ജനവാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഉന്മേഷ്. സൂരജ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനക്കൂട്ടം ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന വെറ്റിലപ്പാറ മുണ്ടമ്മാണിയിൽ നിന്നാണ് തത്സമയം ചേർന്ന് ദൃശ്യങ്ങൾ ഇപ്പോൾ സൂരജ് എത്തിച്ചത്. നാട്ടുകാർ നേരത്തെ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്തു. 3 ആനകളാണ് അവിടെ ഉള്ളത്. അവർ 3 ആനകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. നേരത്തെ സ്ഥലത്ത് വനംവകുപ്പ് സംഘം എത്തിയതായും സൂരജ് അറിയിക്കുന്നുണ്ട്. ജനങ്ങൾ ആശങ്ക പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഇപ്പോൾ.